വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഗ്രാസ് റൂട്ട് ഡെമോക്രസി പാർട്ട് 3 ലോക്കൽ ഗവൺമെൻറ് ഇൻ അർബൻ ഏരിയാസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ഗ്രാസ് റൂട്ട് ഡെമോക്രസിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ റൂറൽ ഏരിയാസിലുള്ള, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഒരു സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ഡെമോക്രസി എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുന്നത് സിറ്റികളിൽ എങ്ങനെയാണ്. ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ളപ്പോൾ ഒരു ഭരണ സംവിധാനം സിറ്റികളിലും ഉണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത്. നമുക്ക് ലെസണിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരോടും എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. I desire that a full-fledged local body should be immediately formed so that the people may know really what is an administration, what are the franchises, and what are the powers, and what are the rights and what are the privileges in a small sphere, in their own town, in their own village. ഇത് റസ്റ്റം കെ സിദ്വ എന്ന് പറയുന്ന ആൾ പറഞ്ഞാണ്. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പറാണ്. അതായത് 1949 അദ്ദേഹം ഈ അസംബ്ലിയിൽ മെമ്പറായിരുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അതായത് ഒരു ലോക്കൽ ബോഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലോക്കൽ ഗവൺമെൻറ് ബോഡി എന്ന് പറയുന്നത്, അതായത് ആൾക്കാർക്ക്, സാധാരണപ്പെട്ട ആൾക്കാർക്ക് അവരുടെ അഡ്മിനിസ്ട്രേഷൻ അല്ല അവരുടെ ഭരണ സംവിധാനത്തെക്കുറിച്ച് അറിയാനുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ടായിരിക്കണം. വാട്ട് ആർ ദ ഫ്രാഞ്ചൈസീസ് ആൻഡ് വാട്ട് ആർ ദ പവേഴ്സ്, അതായത് ഈ അഡ്മിനിസ്ട്രേഷനിലെ ഏതൊക്കെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഈ ഭരണ സംവിധാനം ഉള്ളത്, പിന്നെ അവരുടെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, അധികാരങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ വാട്ട് ആർ ദ റൈറ്റ്സ് ആൻഡ് വാട്ട് ദ പ്രിവിലേജസ് ഇൻ എ സ്മോൾ സ്ഫിയർ ഇൻ ദെയർ ഓൺ ടൗൺ. അതായത് നമ്മുടെ പ്രിവിലേജസ്, നമ്മുടെ റൈറ്റ്സ്, നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ജനങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഈ ടൗണിൽ നമുക്ക് എന്തൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ വില്ലേജിൽ, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള അവകാശങ്ങൾ നേടാനുണ്ട്, അതായത് നമുക്ക് ഈ ഭരണ സംവിധാനം കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ആൾക്കാർ മനസ്സിലാക്കിയിരിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഇത് ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഗ്രേറ്റർ മുംബൈയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ പിക്ചർ നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്നത്. അതായത് ഈ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 1865 ഇനി നമ്മൾ ഈ ലെസണിൽ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ അർബൻ ലോക്കൽ ബോഡീസ് ആൻഡ് വാട്ട് ആർ ദെയർ ഫങ്ഷൻസ്. അതായത് സിറ്റികളിലെ ഈ ലോക്കൽ ബോഡീസ്, ഭരണ സംവിധാനം, ലോക്കൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണ സംവിധാനം. നമ്മൾ വില്ലേജിൻ്റെ പറഞ്ഞപ്പം നമ്മൾ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പം ആ ഗ്രാമസഭ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സിറ്റികളിൽ എങ്ങനെയാണ് ലോക്കൽ ഗവൺമെൻറ് വർക്കൗട്ട് ആകുന്നത്. വാട്ട് ആർ ദെയർ ഇമ്പോർട്ടൻസ് ഇൻ ഗവേണൻസ് ആൻഡ് ഡെമോക്രസി. ഭരണത്തിലും ഭരണ സംവിധാനത്തിലും എന്തൊക്കെയാണ് നമ്മുടെ ഈ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ചുമതലകൾ അല്ലെങ്കിൽ റോൾ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ഇൻട്രൊഡക്ഷൻ ഉണ്ട്. Earlier chapters have shown us how is a democracy a good governance aims to empower the citizens so they are actively participate in their country's functioning, whether it is the rural, regional, urban, state or national level. ഇത് കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മളതാ പറഞ്ഞത്. അതായത് ഓരോരുത്തരും, ജനങ്ങൾ, ഈ ജനങ്ങളെന്ന് പറയുന്ന ആൾക്കാർ നമ്മളെ ഭരിക്കുന്ന, അല്ലെ നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, ആക്റ്റീവ്ലി നമുക്ക് പങ്കെടുക്കാൻ പറ്റും, അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലെല്ലാം പഠിച്ചത്. ദിസ് ഈസ് എ ബ്രോഡ് കോൺസെപ്റ്റ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ് ഡെമോക്രസി. അതായത് ഡെമോക്രസിയിൽ നമ്മൾ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഈ ജനാധിപത്യത്തിൽ നമുക്ക് എങ്ങനെയാണ് പങ്കെടുക്കാൻ പറ്റുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. We saw the basic of the system in rural context. Let us now see how it work on urban scenario. അപ്പോൾ നമ്മളിനി പറയുന്നത് സിറ്റിയിൽ ഇതെങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളതാണ്. Since
The latter is generally more complex and diverse than the former. It is understandable that the urban governance system needs to be more complex too. We will, however, limit ourselves here to basic principles. നമ്മൾ നേരത്തെ പഠിച്ച റൂറൽ ഗവർണൻസിനേക്കാൾ അല്ലെ നമ്മുടെ വില്ലേജ് ഭരണത്തിനേക്കാൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭരണ സംവിധാനമാണ് സിറ്റികളിൽ ഉള്ളത്. നോക്കുന്നതിന് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? വൈ ഇസ് എ സിറ്റി ലൈക്ക് കൊൽക്കത്ത, ചെന്നൈ ഓർ മുംബൈ, ഇതെല്ലാം നമ്മുടെ മെട്രോ സിറ്റീസ് ആണ് കേട്ടോ. മോർ കോംപ്ലക്സ് ആൻഡ് ഡൈവേഴ്സ് ഇൻ എ വില്ലേജ് ഓർ ടൗൺ, വില്ലേജിൽ നിന്നും ടൗണിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായി ഈ മെട്രോ സിറ്റീസിൽ എങ്ങനെയാണ് ഭരണ സംവിധാനം വ്യത്യസ്തമാകുന്നത്? വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ് മേക്ക് എ ലിസ്റ്റ് ഓഫ് ഡൈവേഴ്സ് കമ്മ്യൂണിറ്റീസ് റിസൈഡിങ് അറ്റ് എനി സിറ്റി ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത്. അതായത് നിങ്ങൾ സിറ്റിയിൽ, അതായത് ഇതുപോലെയുള്ള സിറ്റികളിൽ നിങ്ങൾ ക്ലാസ്മേറ്റ്സിൻ്റെ സഹായത്തോടു കൂടി ഏതൊക്കെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സമൂഹം ഉണ്ട് എന്ന്, അതായത് ഒരു സിറ്റിയിൽ ഏതൊക്കെ സമൂഹങ്ങൾ താമസിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഹൗ മെനി വെർ യു ഏബിൾ ടു ലിസ്റ്റ്, നിങ്ങൾക്ക് എത്ര പേരെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? വാട്ട് ഈസ് യു ഒബ്സർവ് ഇൻ ദ ലിസ്റ്റ്, ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് എന്ത്? ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. Before we explore governance and administration in urban areas, it helps to make overall look in the Indian system of governance from rural to national as depicted in figure 12.2 on page 175. The base of the pyramid is the local level closer to the people, while the top of the national level. In chapter 11, we explored the left side of the pyramid. We will now take a look in the right side. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ബേസ് ചെയ്തൊരു കമ്പയർ ചെയ്തുള്ളൊരു സ്റ്റഡിയാണേ പറയുന്നത്. അതായത് നമുക്കിവിടെ ഒരു പിരമിഡ് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ താഴേന്ന് പോവുക, ഇതായിരിക്കും താഴേന്ന് പോകുന്നതായിരിക്കും. ആ പിരമിഡിൻ്റെ ഏറ്റവും താഴേന്ന് ഗ്രാമസഭ, ഗ്രാമസഭ എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങൾ കൂടുന്ന കമ്മ്യൂണിറ്റി, അതായത് ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ഒരു വില്ലേജിലെ ഏതെങ്കിലും ഒരു വാർഡിലെ ആൾക്കാരെല്ലാം കൂടെ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും താഴെത്തട്ടിലുള്ളത്, ഈ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്നത്. അതിന് ശേഷം ഗ്രാമപഞ്ചായത്ത്, പിന്നെ പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെ റൂറൽ പഞ്ചായത്ത്, ദെൻ ലോക്കൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ദെൻ അറ്റ് നാഷണൽ ലെവൽ യൂണിയൻ ഗവൺമെൻറ്. ഇത്രയുമാണ്. ഇനി നമ്മൾ ഇത് നേരത്തെ നമ്മൾ പഠിച്ചതാണ് ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഇങ്ങേ സൈഡിലാണ്, ഇവിടെ മുതലാണ്. അതായത് പീപ്പിൾ ഓഫ് വാർഡ് കമ്മിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ ഓർ മുനിസിപ്പൽ കൗൺസിൽ, അർബൻ ലോക്കൽ ബോഡീസ്. അത് കഴിഞ്ഞാൽ മറ്റേത് പിന്നെ നമ്മൾ പറയുന്ന പോലെ ലോക്കൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ്. അതായത് ലോക്കൽ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഒരു ജില്ലയുടെ മൊത്തത്തിൽ വരുന്നുണ്ടെന്ന് ഓർത്തണം, ലോക്കൽ ഗവൺമെൻറ് എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ. പിന്നെ ഏറ്റവും ആദ്യമായിട്ട് യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ മിനിസ്ട്രിയെ കുറിച്ചാണ് പറയുന്നത്. ഇനിയും അത് നോക്കാം. The figure 12.2 above, the similarities and differences you notice between Panchayat Raj system and urban local government. അതാണ് നമ്മളിപ്പോൾ നോക്കിയത്. അർബൻ ലോക്കൽ ബോഡീസ്, ലോക്കൽ ഗവൺമെൻറ് സ്ട്രക്ചേഴ്സ് ഇൻ അർബൻ ഏരിയാസ് ആർ കോൾഡ് അർബൻ ലോക്കൽ ബോഡീസ്. അതായത് സിറ്റികളിലുള്ള അല്ലെങ്കിൽ അർബൻ ഏരിയയിലുള്ള, വേറെ സിറ്റി എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ, കുറച്ചുകൂടെ ഞാൻ പറഞ്ഞല്ലോ മെട്രോ സിറ്റീസ് പോലെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ അർബൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. They are decentralized, which means that instead of operating under a central authority at the top, അതായത് ഏറ്റവും മുകളിലായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ആണ്. The local communities have a direct say on how the areas are managed or issues they face. It is mechanism of citizens living in the areas come together and take decisions about what is best of them. അതായത് വാർഡിൻ്റെ കാര്യം, നമ്മൾ വാർഡ് ആ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ താമസിക്കുന്ന ഒരു ഏരിയയെ വാർഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ വാർഡിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതായത് ജനങ്ങളുടെ, അപ്പം നമ്മൾ ഗ്രാമസഭ പറഞ്ഞില്ലേ, ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഗ്രാമസഭ എന്ന് പറഞ്ഞ പോലെ വാർഡെന്ന് പറയുന്നതാണ് ഒരു അർബൻ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഏറ്റവും താഴെ തട്ടെന്ന് പറയുന്നത്. സിറ്റീസ് ആൻഡ് ടൗൺസ് ആർ ഡിവൈഡഡ് ഇൻറ്റു സ്മോളർ യൂണിറ്റ് കോൾഡ് വാർഡ്സ്. And the ward committee facilitates activities such as conducting health camp, organizing campaigns against the use of single-use plastics and so on. അപ്പോൾ ഈ വാർഡ് കമ്മിറ്റികളാണ് നമ്മുടെ അതായത് അതിനോട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ഡിസൈഡ് ഫോർ ഹെൽത്ത് ക്യാമ്പുകൾ നടക്കുന്നത്, പ്ലാസ്റ്റിക്കിന് ഉപയോഗത്തിന് നിരോധിക്കുന്നതിനുള്ള ക്യാമ്പയിൻസ് നടക്കുന്നത്, ഓക്കെ.
They also keep an eye on anything that might be wrong. A water leak, a blocked drain, drainage road, damaged road, and report such as problems in authorities. ഇനി അതുപോലെ ഈ എന്താ പറയുന്നത് വാർഡ് കമ്മിറ്റികളാണ് അവരുടെ സ്ഥലത്തുണ്ടായ എന്താ പറയുന്നത് ചുറ്റുപാടും കാണുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നത്. അതായത് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ടോയ്ലറ്റ് ഡ്രെയിനേജ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയെങ്കിൽ, പിന്നെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണം, ഇതൊക്കെ ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ടത് ഈ വാർഡ് കമ്മിറ്റികളാണ്. ആൻഡ് റിപ്പോർട്ട് സച്ച് പ്രോബ്ലംസ് ടു ദ അതോറിറ്റീസ്. ഹൗവർ ദ precise functioning of the ward differ from the state to state depending on the rules. ഓരോ സ്റ്റേറ്റിനും ഇപ്പം നമ്മൾ കേരളത്തിലെ വാർഡ് കമ്മിറ്റീസ് വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റേതെങ്കിലും ഒരു സ്ഥലത്തെ വാർഡ് കമ്മിറ്റീസ്. ഉണ്ടോ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുണ്ടോ, ചപ്പചവർ കൂട്ടിയിട്ടിരിക്കുന്നു, ഇതൊക്കെ എന്താണ് ആൾക്കാർ ശ്രദ്ധിച്ച് വാർഡ് കമ്മിറ്റിയാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. Altogether, urban local bodies are responsible for a range of functions, helping take care of infrastructure, maintaining burial ground, garbage collection. അതായത് അവർ ഏതൊക്കെ വിഭാഗത്തിലാണ് അല്ലെ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നതെന്നാണ് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങളുടെ ബലക്ഷയം ഉൾപ്പെടെ, അല്ലെങ്കിൽ റോഡിൻ്റെത് പ്രശ്നം, പിന്നെ പൊല്യൂഷന്, ഇതെല്ലാം അവരാണ് നോക്കുന്നത്. പിന്നെ ബറിയൽ ഗ്രൗണ്ട്, ഏതെങ്കിലും ആൾക്കാർക്ക് ഇത് ശവം അടക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫ്യൂണറലിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക. ഗാർബേജ് കളക്ഷൻ, ഡിസ്പോസൽ, ചെക്കിംഗ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗവൺമെൻറ് സ്കീംസ്. അതായത് പല സ്കീമുകളും ഉണ്ട് ഗവൺമെൻറ്റിന്, പൈസ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ, നമുക്ക് വീടുണ്ടാക്കാൻ പൈസ തരുന്നുണ്ട്, പിന്നെ കന്നുകാലികളെ വളർത്താൻ, അങ്ങനെ ഒത്തിരി ലോണുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പെൻഷൻ കിട്ടുന്നതിൻ്റെ സ്കീമുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആൾക്കാരെ അറിയിക്കുന്നത് ഇവരാണ്, വാർഡ് കമ്മിറ്റികളാണ്. കളക്ടിങ് ലോക്കൽ ടാക്സ് ആൻഡ് ഫൈൻസ് ആൻഡ് ഓൾസോ. അതുപോലെ ടാക്സ് കളക്ട് ചെയ്യാൻ നമുക്കറിയാമല്ലോ, തൊഴിൽ ടാക്സ്, വീടിനുള്ള ടാക്സ്, പിന്നെ ലാൻഡ് ടാക്സസ്, റവന്യൂ. അപ്പോൾ ഇതെല്ലാം ഇവരാണ്, ലോക്കൽ ബോഡീസാണ് കളക്ട് ചെയ്യുന്നത്. ദേ ഓൾസോ ഹാവ് സം റോൾ ഇൻ പ്ലാനിങ് ഫോർ ദ ഏരിയാസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഹൗവർ ദീസ് ബോഡീസ് ടു ബി able to perform their functions efficiently, the people living in the city must also perform their duties, which means that they must show care and concern for the area. Remember, this is a participatory democracy. For instance, if people carefully follow instruction regarding to the waste segregation, garbage collection become easier. Or if they notice a water leakage in a street, reporting it promptly with prevent further wastage of precious water. അപ്പോൾ ഇത് പറയുന്നത്, നമ്മളിപ്പം പറയുന്നു ഈ വാർഡ് കമ്മിറ്റിക്ക് നല്ലൊരു റോളാണ്, അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്കുണ്ട് ഡ്യൂട്ടീസ്. എന്താണെന്നറിയാമോ? ഇപ്പം നമ്മൾ അതിന് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ നമ്മളൊരു കൺസേൺ കാണിക്കുക, നമ്മളൊരു ഇഷ്ടം അല്ലെങ്കിൽ അതിനെ ഒന്ന് പരിഗണിക്കുക. അതിന് ഉദാഹരണം പറയുന്നത് വേസ്റ്റ് സെഗ്രിഗേഷൻ, അതായത് നമ്മൾ സ്ഥലത്തുണ്ടാകുന്ന അല്ലെ നമ്മളുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന വേസ്റ്റുകൾ. അപ്പോൾ ആ വേസ്റ്റുകളൊക്കെ പലതരത്തിൽ ബയോഡിഗ്രേഡബിൾ ഉണ്ട് അല്ലേ, മണ്ണിലേക്ക് ഡിഗ്രേഡ് ആവുന്നതുണ്ട്, എന്നാൽ ചിലത് അങ്ങനെ അല്ലാത്തതുണ്ട്. അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഈ വാർഡ് കമ്മിറ്റിയിലുള്ള ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് നമ്മുടെ എന്താ പറയുന്ന സ്ഥലത്ത് നിന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ വെള്ളം വളരെ പ്രഷ്യസ് ആയിട്ടുള്ള നമ്മുടെ വെള്ളം, അത് നഷ്ടപ്പെട്ടു പോകാതെ അല്ലെങ്കിൽ മോശമാകാതെയൊക്കെ സൂക്ഷിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. Can you think of 4 or 5 more actions that responsible for the citizen might take place, help their area to city? അതുപോലെ നമ്മുടെ നാട്ടിൽ മറ്റെന്തെങ്കിലും, അതായത് നമ്മുടെ സിറ്റികളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് നമ്മൾ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേതെങ്കിലും കുറച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നാണ് പറയുന്നത്. നമുക്കറിയാം ലൈബ്രറികൾ അല്ലേ, ലൈബ്രറികളിൽ എന്താ പറയുന്നത് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലൈബ്രറിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ഏതൊക്കെ പുസ്തകങ്ങൾ നമുക്ക് കൂടുതൽ റിലവൻ്റ് ആവുന്ന കാര്യങ്ങളുള്ള പുസ്തകങ്ങൾ വേണം, അല്ലെങ്കിൽ ജേർണൽസ് വെക്കണം, അതൊക്കെ നമുക്ക് കണ്ടുപിടിച്ചത് ചുമതലയുള്ള ആൾക്കാരെ ഏൽപ്പിക്കുക. അതുപോലെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള ചില ആൾക്കാർക്കൊക്കെ എന്താ പറയുന്നത് ആഹാരം പോലും കിട്ടാത്ത അവസ്ഥ ഉള്ള, ഇപ്പോൾ സിറ്റികളാണെങ്കിലും അർബൻ സിറ്റീസ് ആണെങ്കിലും അർബൻ ഏരിയ ആണെന്ന് പറഞ്ഞാലും പൂർ പീപ്പിളുണ്ട്. നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല അവിടെ 100%
എല്ലാം പണക്കാരായിട്ട് റിച്ച് പേഴ്സൺസ് ആണ് താമസിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല, മേ ബി. അപ്പോൾ അവർക്കൊക്കെ കിട്ടാവുന്ന സ്കീംസൊക്കെ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി വാർഡ് കമ്മിറ്റിയൊക്കെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കാൻ പറ്റുമേ. മദ്രാസ് കോർപ്പറേഷൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ദ മദ്രാസ് കോർപ്പറേഷൻ, നൗ ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷൻ, എസ്റ്റാബ്ലിഷ്ഡ് 29th September 1688, is the oldest municipal institution in India. In the East India Company issued a charter the previous year constituting the town of Fort St. George and all territories within 16 km from the fort into the corporation. A parliamentary act of 1792 gave the Madras Corporation power is levy municipal taxes in the city, which is when municipal administration properly began. ഇനി നമുക്ക് നമ്മൾ ഗ്രേറ്റർ മുംബൈ പറഞ്ഞ പോലെ ചെന്നൈക്കും ഗ്രേറ്റർ ചെന്നൈ പറയുന്നുണ്ടേ. അതായത് ജോർജ് ടൗൺ എന്നൊരു ഏരിയ തന്നെ ഉണ്ട് അവിടെ. അപ്പോൾ 29th September 1688 ഓൾഡസ്റ്റ് മുനിസിപ്പൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അറിയപ്പെടുന്നത് ഈ മദ്രാസ് കോർപ്പറേഷനാണ്. അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം 1688 എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന മുമ്പുള്ള കാര്യമാണ്. അവിടെയാണെങ്കിൽ ഒരു ഫോർട്ട്, ഒരു കോട്ട അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലം. അത് സെൻറ്റ് ജോർജിൻ്റെ പേരിലായിരുന്നു. ജോർജ് ടൗൺ എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് അത്രയും ഏകദേശം ആ ഫോർട്ട് മുതൽ 16 കിലോമീറ്ററും ഈ കോർപ്പറേഷൻ്റെ അണ്ടറിൽ വരുന്നതായിരുന്നു. പാർലമെൻ്ററി ആക്ട് 1792 ആണ് നമ്മുടെ ഈ മദ്രാസ് മുനിസിപ്പൽ കോർപ്പറേഷന് ഗവൺമെൻറ് പവേഴ്സ് കൊടുത്തത്. അതായത് ടാക്സസ് കളക്ട് ചെയ്യാനുള്ള പവറൊക്കെ കൊടുത്തത് 1792 ഇനി സർവീസസ് അണ്ടർ ദ ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ, ടാക്സ് അടയ്ക്കുക, വെള്ളത്തിൻ്റെ ചാർജ് മേടിക്കുക, ഇത് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, വേസ്റ്റൊക്കെ കളയാനൊക്കെ സഹായിക്കുക, ബിസിനസ് ഹോർഡിംഗ് ആൻഡ് ട്രേഡ് ലൈസൻസ്, അതായത് ലൈസൻസ് നമുക്കറിയാം അർബൻ ഏരിയാസിൽ ഏറ്റവും കൂടുതൽ ഫാക്ടറീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ലൈസൻസൊക്കെ കൊടുക്കുന്നതൊക്കെ ഇവരെയാണ്. ആൻഡ് മാരേജ് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നത്, ഫയർ സർവീസ്, പിന്നെ വേരിയസ് ലൈസൻസുകളെല്ലാം കൊടുക്കുന്നത്, വാട്ടർ ടാങ്ക്, പിന്നെ അതുപോലെ ക്ലീൻ ചെയ്യുന്ന സിറ്റികളൊക്കെ ക്ലീൻ ചെയ്യുന്നതിനുമൊക്കെ ഇവരാണ്. അതായത് ഈ കമ്മിറ്റിയാണ്, മുനിസിപ്പൽ കമ്മിറ്റിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇവിടെ CRM എന്ന് ഇട്ടിട്ടുണ്ട് പലയിടത്തും. ഈ CRM എന്ന് പറയുന്നത് സിറ്റിസൺ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നാണ് കേട്ടോ. അതുപോലെ മരങ്ങൾ വെട്ടുകയും അത് പല സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനും ഒക്കെ ഈ മുനിസിപ്പൽ കമ്മിറ്റികളാണ് ചെയ്യുന്നത്. പിന്നെ നോക്കി ഇനി റിക്വസ്റ്റ് ചെയ്യുക, നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുവരും, പിന്നെ സെഫ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യാൻ, പിന്നെ ഓഡിറ്റോറിയങ്ങൾ, ഫ്യൂണറൽ വാന്, മൊബൈൽ ടോയ്ലറ്റ്സ്, ആംബുലൻസസ്, ഇതൊക്കെ ഈ മുനിസിപ്പൽ കമ്മിറ്റികളാണ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. Think about it. Indore in Madhya Pradesh has been awarded a cleanest city in India under Swachh Sarvesheshan and government scheme 7 years in a row. What should we be in role of Indore citizen in the achievement? മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും ക്ലീനസ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള സ്ഥലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ എന്തുമാത്രം കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. As we see, Chennai and Indore have a municipal corporation at the top of their urban bodies. Only cities with population above 10 lakh have municipal corporation. Also got Mahanagar Nigam as their highest body. Between 1 to 10 lakh, the highest body of the in a municipal council is called Nagarpalika, and cities and the towns with smaller population have a Nagara Panchayat. ഇനി പോപ്പുലേഷൻ അനുസരിച്ചാണ് ഈ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ തിരിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് പോപ്പുലേഷൻ 10 ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിൽ അത് മഹാനഗർ നിഗം എന്ന മുനിസിപ്പൽ കോർപ്പറേഷനാണ് പറയപ്പെടുന്നത് കേട്ടോ. അതേസമയം 10 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നഗരപാലിക എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ വളരെ ചെറിയ പോപ്പുലേഷൻ ആണെങ്കിൽ അത് നഗരപഞ്ചായത്ത് എന്നാണ് അറിയപ്പെടുന്നത്.
Select a few cities from your state and form a few neighboring states. Those they may include the city you live in, the city near to the town. How will you find out if they have Nagar Panchayat or municipal? അതായത് നഗരപഞ്ചായത്താണോ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓർ മുനിസിപ്പൽ കൗൺസിലാണോ എന്നൊക്കെ അറിയണമെങ്കിൽ എന്താണ്, പോപ്പുലേഷൻ അറിഞ്ഞല്ലേ പറ്റൂ. ഹൗ ഡു യു അർബൻ ലോക്കൽ ബോഡീസ് ഫൗണ്ട് ദെയർ ആക്ടിവിറ്റീസ്? Look carefully at the picture of the functioning performed in the indoor municipal corporation, figure 12.4 in the page 178. ഇനി എന്താ പറയുന്നത്, ലോക്കൽ ഗവൺമെൻറ് ഹൗ ഡു അർബൻ ലോക്കൽ ബോഡീസ് ഫണ്ട് ദിയർ ആക്ടിവിറ്റീസ്? ഇവിടെ ആക്ടിവിറ്റീസിന് ഫണ്ട് എടുക്കുന്നത്, അതായത് കൂടുതൽ ടാക്സുകളിൽ നിന്നാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഫണ്ട് അവർക്ക് കിട്ടുന്നത് ടാക്സുകളിൽ നിന്നാണ്. ഇപ്പോൾ ഇനി ഒരു കോൺവെർസേഷൻ ഉണ്ട്. സമീർ, ഹലോ, ഐ ഹാവൻ സീൻ യു അറൗണ്ട് ഹിയർ ബിഫോർ, ആർ യു ന്യൂ ദിസ് വില്ലേജ്? സമീർ ഒരു കുട്ടിയോട് ചോദിക്കണം, നീ പുതിയ ആളാണോ ഈ വില്ലേജിൽ? നിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ. പനിത പറയുകയാണ്. എന്തേന്നാണ് ഈ കുട്ടിയുടെ പേര്? ഹലോ, യെസ്, ഐ ആം വിസിറ്റിംഗ് മൈ ഗ്രാൻഡ് പാരൻസ് ഹു ലിവ് നിയർ ബൈ. ഇവിടെ അടുത്തുള്ള എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ കാണാൻ ഞാൻ വന്നതാണ്. ഐ എം ഫ്രം ദ സിറ്റി. ഞാൻ സിറ്റിയിലാണ് താമസിക്കുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം ഹിയർ. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണത്. സമീർ, ഓ റിയലി, വാട്ട്സ് ലൈക്ക് ഇൻ സിറ്റി? അപ്പോൾ സമീർ ചോദിക്കുകയാണ്, അവൻ വില്ലേജിൽ താമസിക്കുന്ന കുട്ടിയാണ്. അവൻ ചോദിക്കുകയാണ്, എന്താണ് സിറ്റിയുടെ പ്രത്യേകത? അനിത പറയാൻ നോക്കിയേ, വെൽ ഇറ്റ്സ് ബിസി ആൻഡ് ക്രൗഡഡ്. എപ്പോഴും തിരക്കാണ്, ആൾക്കൂട്ടമാണ്. വിത്ത് ടോൾ ബിൽഡിംഗ് എവരിവെയർ. ഭയങ്കര ഉയരമുള്ള കെട്ടിടങ്ങളാണ് അവിടെ ഉള്ളത്. ദർ ആർ സോ മെനി പീപ്പിൾ റഷിങ് അറൗണ്ട് അറ്റ് എ ടൈം ആൻഡ് ഇറ്റ്സ് നോയ്സി കമ്പയർഡ് ടു ദ ക്വയറ്റ്നസ് ഹിയർ. ഇവിടെ നല്ല ശാന്തതയാണ്, പക്ഷേ അവിടെ എപ്പോഴും ബഹളമാണ്. ഓൾസോ പീപ്പിൾ ആർ മോർ ഇൻഡിപെൻഡൻറ്റ്, ഓഫൺ ഡോണ്ട് ഈവൻ നോ ദെയർ നെയ്ബേഴ്സ്. അതുപോലെ തൊട്ട അയൽവക്കത്ത് താമസിക്കുന്ന ആരാന്നുപോലും അവർക്ക് അറിയത്തില്ല. സമീർ, ഓ ഹിയർ എവരി വൺ നോസ് എവരി വൺ എൽസ് ആൻഡ് പിച്ചസ് ഇൻ ടു ഹെൽപ്പ് ഈച്ച് അതർ ഔട്ട്. പക്ഷേ ഈ ഗ്രാമത്തിൽ അങ്ങനല്ല, എല്ലാവർക്കും എല്ലാവരെയും അറിയാം. എന്തൊരു ഹെൽപ്പ് വേണമെങ്കിലും അവർ പരസ്പരം സഹായിക്കുകയും ചെയ്യും. വേ വർക്ക് ടുഗദർ ഇൻ എ ഫീൽഡ്, സെലിബ്രേറ്റ് ഫെസ്റ്റിവൽസ് ടുഗദർ ആൻഡ് ഈവൻ ഡിസിഷൻസ് വയ്ക്കാൻ വേണ്ടി ഒരു സമൂഹം പോലെ ഇന്ന് പല തീരുമാനങ്ങളും എടുക്കും. ഞങ്ങൾ ഫെസ്റ്റിവൽസ് ഒരുമിച്ച് ആഘോഷിക്കാറുണ്ട്, വയലിൽ പണിയെടുക്കാറുണ്ട്. അനിത, വെൽ there is still some sense of community in the city. Just the other day, following a heavy rain, a house collapsed 2 streets away, and dozens of people gathered from all over the place to help clear the rubble and make sure no one was trapped inside. എന്തുപറ്റി? കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ ഞങ്ങളുടെ അനിത പറയുന്ന സിറ്റിയിൽ എല്ലാവരും ഹെൽപ്പൊക്കെ ചെയ്യും. ഭയങ്കര മഴ പെയ്തപ്പോൾ വീടെല്ലാം പൊട്ടിപ്പോയി. അപ്പം പൊട്ടി മീൻസ് കൊളാപ്സ്ഡായി, താഴെ വീണ് പോയി. അപ്പം അങ്ങനെ വന്നപ്പോൾ അതിനിടയ്ക്കൊന്നും ആൾക്കാരില്ലെന്നറിയാൻ വേണ്ടിയിട്ട് സിറ്റിയിലില്ല ബാക്കിയുള്ള ആൾക്കാരും കൂടെ എന്താണ് അതിൽ ആൾക്കാരെന്തെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. സമീർ, ഡസിൻ ദ ലോക്കൽ ഗവൺമെൻറ് ഹെൽപ്പ് ഇൻ സച്ച് കേസ്? അപ്പോൾ ചോദിക്കുകയാണ്, സമീർ ചോദിക്കുന്നത്, നമ്മുടെ ലോക്കൽ ഗവൺമെൻറ് ഒന്നും അതിന് ഹെൽപ്പ് ചെയ്യത്തില്ലേ? അനിത, യെസ് ഇറ്റ് ഡസ്. ഇൻ ഫാക്ട് വി ഹാവ് ലോക്കൽ ബോഡീസ് ആൻഡ് ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ഹു റെപ്രസെൻറ്റ് അസ് ഇൻ ദ അവർ ഇൻട്രസ്റ്റ്. സഹായിക്കും. ആ ലോക്കൽ ഗവൺമെൻറ്റിലേക്കുള്ള ആൾക്കാരെ ആരാണ് തിരഞ്ഞെടുത്ത് വിട്ടേക്കുന്നത്? ഞങ്ങൾ അങ്ങനെ തിരഞ്ഞെടുത്ത് വെച്ചിട്ട് ആൾക്കാരൊക്കെ വന്ന് ഞങ്ങളെ സഹായിക്കാറുണ്ട്. സമീർ, വെൽ ഇറ്റ് സൗണ്ട് ലൈക്ക് അവർ വില്ലേജ് പഞ്ചായത്ത്, ഓൺലി ബിഗർ മെമ്പേഴ്സ് ആർ എലക്റ്റഡ് ടു, ബട്ട് ബിക്കോസ് ദേ ഓൾ നോ ഈച്ച് അതർ എ ലോട്ട് ഓഫ് പീപ്പിൾ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ആൻഡ് ഡിസ്കസ് ഓൾ കൈൻഡ്സ് ഓഫ് ഇഷ്യൂസ് കൺസേണിങ് ദ വില്ലേജ്. അന്നേരം ഇവിടെ ഒരു ബിൽഡിംഗ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, ആ വില്ലേജ് പഞ്ചായത്തിൽ നിന്നുള്ള ശബ്ദമാണ് വരുന്നത്. ആൾക്കാരെല്ലാം ഇലക്ട് ചെയ്ത ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അവർ എന്താ ചെയ്യുന്നത്? ഇവിടെ നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ച് അവിടെ സംസാരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. സംടൈംസ് ഈവൻ ദ കിഡ്സ് ക്യാൻ ഗോ ആൻഡ് ഗെറ്റ് ഹെഡ്. ഞങ്ങൾക്ക് കുട്ടികൾക്ക് വേണമെങ്കിലും അത് പോയി കേൾക്കാൻ പറ്റും. അനിത, റിയലി യു ആർ നോട്ട് മേക്കിംഗ് ദാറ്റ് അപ്പ്? അനിതയ്ക്ക് അത് വളരെ അത്ഭുതത്തോടെ ചോദിക്കും, നിനക്ക് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് പോയി അവിടെ ചെന്ന് അഭിപ്രായം പറയാം. അങ്ങനെ ഉണ്ടല്ലേ, നമ്മുടെയൊക്കെ പഞ്ചായത്തുകളിലുണ്ടോ? ബാലസഭ എന്നാണ് അതിന് പറയുന്ന പേര്, ബാലസഭ. സമീർ, നോട്ട് അറ്റ് ഓൾ. ദ അതർ ഡേ എ ഫ്യൂ കിഡ്സ് നോട്ടീസ് ദാറ്റ് ഇലക്ട്രിസിറ്റി വയർ ഹാങ്ങിങ് ഡേഞ്ചറസ്ലി ലോ, ഓൾമോസ്റ്റ് ടച്ചിങ് ദ റൂഫ് ഓഫ് ദ ബിൽഡിംഗ്. നോട്ട് ഓൺലി ഡിഡ് വി റിപ്പോർട്ട് ഇറ്റ്, ഞങ്ങൾ ഒരു ദിവസം കുട്ടികളെ ഞങ്ങൾ കണ്ടായിരുന്നു, ഒരു ഇലക്ട്രിക് വയർ താഴോട്ട് തൂങ്ങിക്കിടന്ന് ബിൽഡിങ്ങിൻ്റെ അവിടോട്ട് ഷോക്ക് ഏൽക്കുന്ന രീതിയിൽ പൊട്ടിക്കിടക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളത് ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമസഭയിൽ പറഞ്ഞു.
But we explained to one our Gram Sabha members that electric post should be shifted a little and it was done. അങ്ങനെ എന്ത് ചെയ്തു? ആ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചു ആ കെട്ടിടത്തിൻ്റെ അടുത്ത് നിന്ന്. ഓ ഗ്രേറ്റ്. ഐ സപ്പോസ് ദാറ്റ് ഹൗ ഡെമോക്രസി ഷുഡ് വർക്ക്. ഇറ്റ് സീംസ് മോർ കോംപ്ലിക്കേറ്റഡ് ഇൻ ദ സിറ്റി ബട്ട് ദ ഐഡിയ ഈസ് സെയിം. എവറി വൺ വോയിസ് മാറ്റേഴ്സ്. അന്നേരം അനിത പറയാണ് ഇത് തന്നെയാണ് ഞങ്ങളുടെയും സിറ്റികളിലും നടക്കുന്നത്, പക്ഷെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. സമീർ യെസ് ഇറ്റ്സ് ഡസ്. സോറി ഐ മസ്റ്റ് മേക്ക് എ മൂവ്. മൈ മദർ നീഡ്സ് മൈ ഹെൽപ്പ് ഫോർ ലിറ്റിൽ ഷോപ്പിംഗ്. താങ്ക് യു ഫോർ ടെല്ലിങ് മീ അബൌട്ട് ദ സിറ്റി. സമീർ പറയാണ് എനിക്ക് പോകണം മമ്മി, വെയിറ്റ് ചെയ്യുന്നു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. നീ ഇത്രയും സിറ്റിയെക്കുറിച്ച് പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം. അനിത ആൻഡ് താങ്ക്സ് ഫോർ ടെല്ലിങ് മീ അബൌട്ട് യുവർ വില്ലേജ്. നീ വില്ലേജിനെ കുറിച്ച് പറഞ്ഞു തന്നതിനും നന്ദി. ഐ ആം ഡെഫിനറ്റ്ലി ഗോയിങ് ടു ലുക്ക് അറൗണ്ട്. ഞാൻ ഇവിടെയൊക്കെ ചുറ്റിക്കണ്ടിട്ടേ പോകുന്നുള്ളൂ. സമീർ വെൽ മേ ബി വെൽ മീറ്റ് അഗെയിൻ സം ടൈംസ്. ബൈ. ഇനി എപ്പോഴെങ്കിലും നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞാൽ അവർ ബൈ പറഞ്ഞ് പോകുന്നു. നമ്മുടെ ലെസൺ ഇവിടെ തീരുകയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. എല്ലാവരും എല്ലാ വീഡിയോസും കാണുക. താങ്ക് യു.